കാണുന്നതാണ് ചാമ. അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ലിറ്റിൽ മില്ലറ്റ്, പാനിക്കം സുമാട്രാൻസ്, അതാണ് ശാസ്ത്രീയ നാമം. മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ധാന്യവർഗ്ഗങ്ങളാണ് മില്ലറ്റ്. ഇത് പ്രധാനമായും മനുഷ്യശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ സംഗതിയാണ് മില്ലറ്റ്. ഇത് പ്രത്യേകിച്ച് ശിശുക്കൾക്കും പ്രായം ചെന്നവർക്കും വളരെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഒരു സംഗതിയാണ്. സാധാരണ രീതിയിൽ ചാമ, തിന, ചോളം ഇതെല്ലാം മില്ലറ്റ് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ശരാശരി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു 25% മില്ലറ്റ് വർഗ്ഗത്തിൽപ്പെട്ട കൃഷികളാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലാണ് മില്ലറ്റ് ധാരാളമായി കൃഷി ചെയ്യുന്നത്. ഇത് കണ്ടാലൊരു പുല്ലാണെന്ന് തോന്നുന്നു. പുല്ല് വർഗ്ഗത്തിൽപ്പെട്ട ഒരു കൃഷിയാണ് മില്ലറ്റ്. ഇതാണ് അതിൻ്റെ കൃഷിയുടെ മില്ലറ്റിൻ്റെ നമ്മുടെ ചാമയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ധാരാളമായി ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ കൃഷിയെല്ലാം ഉപേക്ഷിച്ചു. ഇത് വയലറ്റ് നിറത്തിലുള്ള കാബേജാണ്. സാധാരണ രീതിയിൽ നമ്മുടെ സാധാ ക്യാബേജിൻ്റെ അതേപോലെ തന്നെയാണ് എന്ന് തോന്നുന്നു. കളറ് വയലറ്റ് നിറം മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കൃഷികളെല്ലാം ചെയ്യുന്നത് സമയത്ത് ഒരടി മാത്രം അകലുണ്ടായാൽ മതി, അല്ലാതെ കൂടുതൽ അകലം വെക്കണ്ട. എന്നാൽ തന്നെ ഇത് ധാരാളം ഉണ്ടാകും. കൂടുതൽ അകലം വെച്ച് എന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വയലറ്റ് കളർ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ഗോതമ്പിൻ്റെ കൃഷി. ഇതൊക്കെ കണ്ടാലൊരു പുല്ല് വർഗ്ഗമാണ് നമ്മൾ കരുതുള്ളൂ, പക്ഷേ ഇത് ഗോതമ്പാണ്. ഇതാണ് ഇതിൻ്റെ മനോഹരമായ കാഴ്ച. ഇത് കൂടുതലായി കൃഷി ചെയ്യുന്നത് നമ്മുടെ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും രാജസ്ഥാനിലാണ്. ഇത് മനുഷ്യ ശരീരത്തിൽ വളരെ ഊർജം തരുന്ന ഒരു സംഗതിയാണ് ഗോതമ്പ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം വീറ്റ് ട്രിറ്റിക്കം ഈസ്റ്റിവം എന്നാണ് ശാസ്ത്രീയ നാമം. ഈ ഗോതമ്പ് കഴിച്ചാലുള്ള ഗുണം, നമുക്ക് അമിതവണ്ണം ഉണ്ടാവുകയില്ല, നല്ല ഊർജം നിലനിൽക്കും, നല്ല ശരീരഭംഗി നിലനിൽക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. രാജസ്ഥാനികൾ പൊതുവേ നല്ല ഭംഗിയുള്ള ആളുകളാണ്, കാരണം അവർ കൂടുതലായും ഗോതമ്പാണ് കഴിക്കുന്നത്. പക്ഷേ കേരളക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അരിയാണ്. അതുകൊണ്ട് തന്നെ കുടവയറും പൊണ്ണത്തടിയും ധാരാളം ഉണ്ടാകുന്നു. അരിയിൽ അഥവാ നെല്ലിൽ നമുക്ക് അന്നജം കൂടുതലാണ്, ഗോതമ്പിൽ അതല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ പ്രഭാത ഭക്ഷണത്തിൽ ഗോതമ്പ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു ഉച്ച 12 മണി വരെ നമുക്ക് ഒരു വിശപ്പും ഉണ്ടാവുകയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ധാരാളം ഊർജം നൽകുന്ന, മനുഷ്യശരീരത്തിന് ഊർജം നൽകുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് ഗോതമ്പ്. അതിൻ്റെ ചെറിയ വളർന്നു വരുന്ന ഒരു കൃഷിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.